പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാനൂർ ജംഗ്ഷനിൽ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതായി പരാതി. സ്കൂളുകളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും വിമല ആശുപത്രിയിലേക്കുള്ള രോഗികളും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ ബസ്സിൽ വന്നിറങ്ങുന്ന ഭാഗത്തായാണ് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കാനൂർ ജംഗ്ഷനിൽ അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്ന രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നതായി പരാതി. സ്കൂളുകളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും വിമല ആശുപത്രിയിലേക്കുള്ള രോഗികളും കാൽനടയാത്രക്കാരും ഉൾപ്പെടെ ബസ്സിൽ വന്നിറങ്ങുന്ന ഭാഗത്തായാണ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കാലടി ഭാഗത്തു നിന്നു വരുന്ന വാഹനങ്ങൾ ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നിത്യസംഭവമാണ്. എത്രയും വേഗം ഈ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. കാഞ്ഞൂർ പഞ്ചായത്തിലെ ഏറ്റവും തിരക്കേറിയ ബസ് സ്റ്റോപ്പ് ജംഗ്ഷൻ ആണ് കാഞ്ഞൂർ ജംഗ്ഷൻ. ഓരോ ദിവസവും ഈ പ്രദേശത്തുള്ള ഈ ടൗണിനോട് ചേർന്നുള്ള 3 ഹൈസ്കൂളുകൾ ഉൾപ്പെടെ 5 സ്കൂളുകളിലേക്ക് വന്നു പോകുന്ന കുട്ടികൾ, കാഞ്ഞൂർ പള്ളിയിലേക്കുള്ള തീർത്ഥാടകർ, അതോടൊപ്പം തന്നെ വിമല ആശുപത്രിയിലേക്ക് വന്നു പോകുന്ന നൂറുകണക്കായ രോഗികൾ, ഇവരെല്ലാം വന്ന് ചേരുന്ന ജംഗ്ഷനാണ് കാഞ്ഞൂർ ജംഗ്ഷൻ. കാലടിപ്പാലം ബ്ലോക്കാകുന്ന സമയങ്ങളിൽ നിരവധിയായ പെരുമ്പാവൂർക്കുള്ള വാഹനങ്ങളും തിരിച്ചും വന്നു ചേരുന്ന ജംഗ്ഷൻ ആണ് കാഞ്ഞൂർ ജംഗ്ഷൻ. ഗതാഗത കുരുക്കില്ലാത്ത സമയത്ത് അപകട സാധ്യത ഏറെ, അപകട മരണങ്ങളടക്കം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് ഇടുങ്ങിയ ജംഗ്ഷൻ്റെ ഇടുങ്ങിയ അവസ്ഥയ്ക്ക് കാരണമായി നിൽക്കുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റാണ്. ഈ പോസ്റ്റ് ഡബിൾ പോസ്റ്റാണ്. ഈ പോസ്റ്റ് പുറകിൽ നിൽക്കുന്ന പോസ്റ്റിൻ്റെ സ്ഥാനത്തേക്ക് വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. KSEBക്ക് പുറകിൽ നിൽക്കുന്ന പോസ്റ്റിൻ്റെ സ്ഥാനത്ത് ഒരു വലിയ പോസ്റ്റ് സ്ഥാപിച്ചാൽ ഈ റോഡിലെ ഗതാഗത കുരുക്ക് മാറും, കാഞ്ഞൂർ ജംഗ്ഷനും ഒരു പരിധിവരെ രക്ഷപ്പെടും എന്നാണ് പറയാനുള്ളത്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വളരെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല. ഈ അടുത്ത സമയത്ത് അധികാരത്തിൽ വന്ന കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റിനോടക്കം നമ്മൾ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്നുള്ള നിലയിലാണ് പ്രസിഡന്റ് സംസാരിച്ചത്. നടന്നാൽ കാഞ്ഞൂർ ജംഗ്ഷനിൽ വലിയൊരു മാറ്റം സംഭവിക്കുമെന്നാണ്.